ഹായ് ഡിയേഴ്സ്, LBSന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് അപ്പോൾ ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇന്ന് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നതായിരിക്കും. ഇതുവരെ ഞാൻ വീഡിയോ ഇടുന്നവരെ യാതൊരു അലോട്ട്മെന്റും വന്നിട്ടില്ല. വന്ന ഉടനെ തന്നെ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ കൊണ്ടുപോകേണ്ടത്. അത് ഇന്ന് തന്നെ നമ്മൾ ഫയലായിട്ട് സൂക്ഷിച്ചു വെക്കുക. എല്ലാ ഡോക്യുമെന്റ്സുകളും നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിന്റെ അറ്റസ്റ്റഡ് കോപ്പീസ് ഫയൽ ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്യുക. ഏതാണോ ഡേറ്റ് LBS എപ്പോഴാണോ പറയുന്നത് ആ സമയം നമ്മൾ ഹാജരാകുമ്പോൾ അത് ഹാജരാക്കുക. രണ്ടാമത്തെ കാര്യം ഫീ റെമിറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെയാണ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കേണ്ടത് എന്ന ഒരു രീതിയും കൂടി നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പം വന്നിരിക്കുന്ന ഒരു കാര്യം NCC കോട്ട റാങ്ക് ലിസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് NCC കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത കുട്ടികളാണെങ്കിൽ NCCക്ക് അതിന്റെ ഫോർമാറ്റ് പ്രകാരം അവർ അതിന്റെ അപ്ഡേറ്റ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് റാങ്ക് ലിസ്റ്റിന്റെ ഓർഡറിലാണ് കുട്ടികളുടെ പേരുകൾ സെലക്ഷൻ ലിസ്റ്റ് പുറത്തിട്ടുണ്ട്. 30 റാങ്ക് വരെയുള്ള ലിസ്റ്റുകളാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കുട്ടികൾക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അലോട്ട്മെന്റ് ഉടനെ വരുന്നതായിരിക്കും. എന്നാലും വിദ്യാർത്ഥികളെ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. അതായത് നമ്മുടെ പ്രോസ്പെക്ട്സിൽ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ റെമിറ്റൻസ് ഓഫ് ഫീ ഉണ്ട്. നമ്മൾ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടത് 5-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. 5-ാം തീയതിക്കുള്ളിൽ നമ്മൾ 5-ാം തീയതി 5 മണിക്കുള്ളിൽ ഫീ റെമിറ്റൻസ് കംപ്ലീറ്റ് ആക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഓർഡർ വരുമെന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഫീ അടയ്ക്കുന്നത്. പക്ഷെ പ്രോസ്പെക്ട്സിൽ പറഞ്ഞ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുമല്ലോ. The prescribed fee remittance of the course will have to remitted in cash by the candidate to the account of the director LBS center, any one of the branches of prescribed scheduled bank, which will be notified later or by way of online payment as per the time schedule prescribed. ഇപ്പൊ ലേറ്ററിൽ പറയും, പക്ഷെ നമ്മൾ മനസ്സിലാക്കി വെക്കുക അക്കൗണ്ട് ഓഫ് ദി ഡയറക്ടർ ഓഫ് LBS സെന്ററിലെ എനി ബ്രാഞ്ചസിലേക്കാണ് നമ്മുടെ ഫീസ് എമൗണ്ട് അടയ്ക്കേണ്ടത്. ഓൺലൈൻ പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുള്ള ഡീറ്റെയിൽസുകൾ വരുമെന്ന് ആദ്യം പ്രോസ്പെക്ട്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അത് വരുന്നതായിരിക്കാം. അലോട്ട്മെന്റ് വന്ന ഉടനെ തന്നെ അതിന്റെ ഡീറ്റെയിൽസുകൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസുകൾ വരുന്നതായിരിക്കാം. എന്നിട്ട് ആ ഫീ റെമിറ്റൻസ് നമ്മൾ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കണം. ഇതിന്റെ റെസീപ്റ്റ് നമ്മൾ ഫീ റെമിറ്റൻസിന്റെ റെസീപ്റ്റ് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. നമ്മൾ കോളേജിൽ ഫിസിക്കലായിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ നേരിട്ട് പോയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ അത് ആ സ്ലിപ്പ് അവിടെ കൊടുക്കേണ്ടതാണ്. ഫോർ ക്യാഷ് പേയ്മെന്റ് ദ സ്റ്റുഡന്റ് ക്യാൻ ക്ലിക്ക് ഓൺ ദി ലിങ്ക് ട്യൂഷൻ ഫീ സ്ലിപ്പ് ഇൻ ദി അലോട്ട്മെന്റ് പേജ് വിച്ച് വിൽ ഷോ സ്ലിപ്പ് ഷോയിങ് ദ ഫീ ടു ബി പെയ്ഡ് ടുവേർഡ്സ് ദി പാർട്ട് പേയ്മെന്റ് ട്യൂഷൻ ഫീ. The candidates will have to take printout of this slip and pay the fee any branches of the prescribed scheduled bank which will be notified later എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ട്യൂഷൻ ഫീ സ്ലിപ്പ് നമ്മുടെ അലോട്ട്മെന്റ് പേജിൽ ഉണ്ടാകും. അത് നമുക്ക് ആ ട്യൂഷൻ ഫീയുടെ സ്ലിപ്പ് നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടതാണ്. എനി ബ്രാഞ്ച് ഓഫ് ദി LBS സെന്റർ എന്ന് പറയുന്നുണ്ട്. അതിന്റെ പ്രിസ്ക്രൈബ്ഡ് ബ്രാഞ്ചസ് ഏതൊക്കെയെന്ന് LBS ഇൻഡിക്കേറ്റ് ചെയ്യുമായിരിക്കാം. നമുക്ക് കാത്തിരിക്കാം. ഇനി വേറെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ പറയുന്നുണ്ട്. LBS പറയുന്നുണ്ട് ഫീ റെമിറ്റഡ് ബൈ ദി വേ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഓർ ചെക്ക് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് അണ്ടർ എനി സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്. ഡിമാൻഡ് ഡ്രാഫ്റ്റോ ചെക്കോ ഒന്നും തന്നെ LBS സ്വീകരിക്കുന്നതല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ദ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ റെമിറ്റൻസ് ഫീ caution deposit for SC, ST, OEC will be updated regularly at the website എന്ന് പറയുന്നുണ്ട്. SC, ST, OEC കാൻഡിഡേറ്റ്സിന്റെ കാര്യങ്ങൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ്സ് ആവുമെന്ന് ഇവിടെ നമ്മുടെ പ്രോസ്പെക്ട്സിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുട്ടികൾ അവരുടെ ഫീ റെമിറ്റീസ് വെരിഫൈ ചെയ്യണം. അവരുടെ നെയിമുകൾ ഉണ്ട്. ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അത് LBS സെന്ററുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മൾ ആ ഫീ റെമിറ്റൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അലോട്ട്മെന്റ് റദ്ദാക്കപ്പെടുന്നതായിരിക്കും എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും വലിയ ഒരു തെളിവെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫീസ് പേയ്മെന്റ് ആണ്.
ഫീസ് അടയ്ക്കാത്ത പക്ഷം നിങ്ങളുടെ എല്ലാ അലോട്ട്മെന്റുകളും ക്യാൻസൽ ആയി പോകുന്നതായിരിക്കും. ആഫ്റ്റർ ഫസ്റ്റ് അലോട്ട്മെന്റ് നമുക്ക് ഓപ്ഷനുകൾ റീഅറേഞ്ച്മെന്റ് ചെയ്യാം, ആവശ്യമില്ലാത്തവ ഡിലീറ്റ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതായിരിക്കും. റീഅറേഞ്ച് ഡിലീഷൻ ഓഫ് ഓപ്ഷൻസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ വിഷമിക്കേണ്ട കാര്യമില്ല. അവർക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് സെക്കൻഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് ഫീ അടച്ച് അവർ ഹയർ ഓപ്ഷൻസുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ എന്തൊക്കെ രേഖകളാണ് കോളേജിൽ ഫിസിക്കലായിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ കൊണ്ടുപോകേണ്ടതെന്നും ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. പോസ്റ്റ് അലോട്ട്മെന്റ് ആക്ടിവിറ്റീസ്, റിപ്പോർട്ടിംഗ് അറ്റ് ദ കോളേജ്. അപ്പൊ നമുക്ക് ഫിസിക്കലായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ട ഡോക്യുമെന്റ്സുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് കാൻഡിഡേറ്റ്സ് പ്രിന്റ് ഔട്ട് ഓഫ് ദി അപ്ലിക്കേഷൻ ഫോം. അപ്പൊ നമ്മുടെ അപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു പ്രിന്റ് ഔട്ട് ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് അലോട്ട്മെന്റ് മെമ്മോ ആണ്. നമുക്ക് ഓൺലൈനിൽ നമുക്ക് അലോട്ട്മെന്റ് കിട്ടി എന്നുള്ളതിന്റെ ഒരു പ്രിന്റ് ഔട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അലോട്ട്മെന്റ് മെമ്മോ ആണ്, അത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ എടുക്കാവുന്നത്. മൂന്നാമതായിട്ട് നിങ്ങൾ ഫീസ് അടച്ചിട്ടുള്ള റെസിപ്റ്റ് ഉണ്ടാവും, ട്യൂഷൻ ഫീ റെസിപ്റ്റ് ഉണ്ടാകും. നമ്മൾ അത് ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യണം. അത് ഏത് രീതിയിലാണെന്നുള്ളത് മുകളിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാലാമതായി സർട്ടിഫിക്കറ്റ് ടു പ്രൊവൈഡ് ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അത് നമ്മുടെ SLCയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. അഞ്ചാമത്തത് ഒറിജിനൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്. നമ്മൾ +2 കഴിഞ്ഞെന്ന് കിട്ടിയിട്ടുണ്ടാവും. TC ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആണ്. ആറാമതായി ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ. നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി ആണ്. +2 ആവാം, അല്ലെങ്കിൽ VHSC ആവാം, CBSE ആവാം. അതായത് നമുക്ക് ഈ ഒരു BSc കോഴ്സിന് ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി. ഏഴാമതായി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം എനി യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള in the case of candidates who have passed a qualifying examination other than. അതായത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. നമ്മുടെ കേരളത്തിൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ CBSE, ICSE, ISC ഉള്ളവർക്കല്ല. അതല്ലാതെ പുറത്തെ സ്റ്റേറ്റിലുള്ള കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അത് നമ്മുടെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് പുറത്തുള്ള അതർ സ്റ്റേറ്റിലുള്ള കുട്ടികൾക്കാണ് ഇത് ആവശ്യം. അവർ ഇവിടുത്തെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അവരുടെ +2 നമ്മുടെ യൂണിവേഴ്സിറ്റി അംഗീകരിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെയാണ്. ഇത് അപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം മതി. നമ്മൾ അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്. റിലവന്റ് ഫോർമാറ്റ് ഒബ്റ്റെയിൻ ഫ്രം എ മെഡിക്കൽ പ്രാക്ടീഷണർ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് അസിസ്റ്റന്റ് സർജൻ ഗിവൺ അനക്ഷർ 5E പറയുന്നുണ്ട്. അത് പ്രകാരം പ്രോസ്പെക്ട്സിൽ പറഞ്ഞ പോലെയുള്ള ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലായിരിക്കണം ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി വെക്കേണ്ടത്. ഇപ്പൊ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നമുക്ക് ഫിസിക്കൽ അഡ്മിഷൻ പറയുന്ന ഡേറ്റിന് ഏകദേശം 3rd അലോട്ട്മെന്റിന്റെ ടൈമിലാണ് നമ്മൾ ഫിസിക്കലായിട്ട് അപ്പിയർ ചെയ്യേണ്ടത്. ഓരോ ടൈമിലേക്ക് നമ്മുടെ ഈ രേഖകൾ തയ്യാറാക്കി വെക്കണം. എപ്പോഴും അപ്ഡേറ്റ്സുകൾ നോക്കുക. നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഒരു ഗവൺമെന്റ് സർജനെ കൊണ്ട് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലാണ് തയ്യാറാക്കേണ്ടത്. സർട്ടിഫിക്കറ്റ് ഷോയിങ് ദാറ്റ് ദ കാൻഡിഡേറ്റ് ഹാസ് ഗോട്ട് ഹിംസെൽഫ് herself വാക്സിനേറ്റഡ് അഗെയിൻസ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും കൂടി ആവശ്യമാണ്. അടുത്തത് ഇൻകം സർട്ടിഫിക്കറ്റ് ഫ്രം കൺസേൺ റവന്യൂ അതോറിറ്റി ആണ്. ഇൻകം സർട്ടിഫിക്കറ്റും കൂടി പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ തഹസിൽദാരെ കയ്യിൽ നിന്നും വാങ്ങിക്കേണ്ട ഇൻകം സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്. അതും അണ്ടർടേക്കിംഗ് ക്ലോസ് 14.2 അനക്ഷർ 7 പറയുന്ന രീതിയിൽ തന്നെ തയ്യാറാക്കി വെക്കണം. അപ്പൊ അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പോകുന്നില്ല. നിങ്ങൾക്കത് പ്രോസ്പെക്ട്സിൽ പോയി റെഫർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അതർ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ കരുതുക. NCC കുട്ടികളാണെങ്കിൽ, സ്പോർട്സ് കൗൺസിലിന്റെ കുട്ടികളാണെങ്കിൽ സ്പോർട്സ് കോട്ടിൽ അവിടെയൊക്കെ തന്നെ അതേതായ ഡോക്യുമെന്റ്സുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ, ഫീ കൺസെഷനുള്ള സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ ആയിരിക്കണം. അതിന്റെ ഫോട്ടോ കോപ്പികൾ നമ്മുടെ കയ്യിൽ വെക്കണം. നമ്മൾ സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. ഇതിലേതെങ്കിലും നമുക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് ടൈം ചോദിച്ച് അത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാവുന്നതാണ്.
അപ്പോൾ വിദ്യാർത്ഥികൾ അതെല്ലാം റെഡിയാക്കി വെക്കുക. പ്രത്യേകിച്ച് നമ്മൾ റെഡിയാക്കാനുള്ളത് ഫിസിക്കൽ സർട്ടിഫിക്കറ്റും ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സർട്ടിഫിക്കറ്റുമാണ്. അപ്പൊ ഇത് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുന്ന സമയമാകുമ്പോഴേക്ക് തയ്യാറാക്കിയാൽ മതിയാകും. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് അടുത്തത് സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, അതുപോലെ സ്പോട്ട് അലോട്ട്മെന്റിനെ കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളെ വീഡിയോയിൽ ഇനി വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആദ്യമായി കാണുകയാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. നമ്മൾ ഇടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.